Hi all, welcome to Exam Way Olympiad. So, question തന്നിട്ടുള്ളത് ആൾജിബ്രയിൽ നിന്നാണ്. Find the number of triplets of real numbers ABC such that a power 20 plus b power 20 plus c power 20 equal to a power 24 plus b power 24 plus c power 24 equal to 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. IUQM 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ എക്സ്പ്രഷൻ നോക്ക്. a power 20 plus b power 20, a power 20 plus b power 20 plus c power 20 equal to a power 24 plus b power 24 plus c power 24 equal to 1. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സ്പ്രഷൻ അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ 1 ആണ് കിട്ടുന്നത്. ഇതും ഈ പവറിലുള്ള സാധനങ്ങൾ നോക്കുക നിങ്ങൾ. എ ബി സി 3 നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സാണ് അല്ലേ. എ ബി സി 3 റിയൽ നമ്പേഴ്സ്. നമ്മൾ ആക്ച്വലി ചെയ്യുക, അതിന് പോസിബിളായിട്ട് എക്കും ബിക്കും സിക്കും എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ എ പവർ 20 എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ. എ പവർ 20 എനിത്തിങ് പവർ 20 അല്ലെങ്കിൽ ഈവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ഈവൻ പവറാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്, റിസൾട്ടൻ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവാണ്. ഓക്കെ, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ബി പവർ 20 എന്താണ്, പോസിറ്റീവാണ്. സി പവർ 20യും എന്തുതന്നെയാണ്, പോസിറ്റീവാണ് അല്ലേ. 3 പോസിറ്റീവ് നമ്പേഴ്സ്. ആ 3 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 1 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ നോക്കി ഇവിടെ ഫസ്റ്റത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പവർ 20 പ്ലസ് ബി പവർ 20 പ്ലസ് സി പവർ 20 ഈക്വൽ ടു 1 ആണല്ലോ. അങ്ങനെ 1 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈക്ക് എടുക്കുന്ന എ ബി സിയുടെ വാല്യൂസ് 1ലേറെ കൂടുതലാവാൻ പറ്റുമോ? ഇല്ല. എടുക്കുന്ന എ ബി സിയുടെ വാല്യൂ സപ്പോസ് ലൈക്ക് 2 ആണെന്ന് വിചാരിക്കുക അല്ലേ. ഇപ്പോൾ സപ്പോസ് ലൈക്ക് എയുടെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 2 പവർ സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിലോട്ട് വേറെ 2 പോസിറ്റീവ് നമ്പേഴ്സാണ് നമ്മൾ ബിയും സിയും എന്താണ്, എഗെയിൻ പോസിറ്റീവ് നമ്പേഴ്സ് തന്നെയാണ് അല്ലേ. അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് 1ലോട്ട് എത്താനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം എയും ബിയും സിയും, എ പവർ 20യും ബി പവർ 20യും സി പവർ 20 എന്താണ് റിസൾട്ട് ചെയ്യുന്നത്, ഒരു പോസിറ്റീവ് നമ്പർക്കാണ് റിസൾട്ട് ചെയ്യുക. സോ ലൈക്ക് ഇത് എന്തും 1ന് മുകളിലായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റിസൾട്ടൻ്റ് ആയുള്ള ആൻസർ 1ലോട്ട് കിട്ടൂല. സോ 1ലേറെ എന്താ പറയുക, ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ എടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പാണ്. ഇനി -1ന് താഴെ നോക്കുക. -1 -2 ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ, -2 ആയി കഴിഞ്ഞാലും സെയിം തന്നെയാണ്, വീണ്ടും പോസിറ്റീവ് അല്ല വരുന്നത്. ഇപ്പം -2 പവർ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അഗൈൻ എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ ആ ഒരു നമ്പറിലോട്ട് വേറെ എന്ത് 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ റിസൾട്ടൻ 1 കിട്ടുമോ? ഇല്ല. സോ എന്താണ്, 1നെയും -1നെയും മുകളിലോ ലൈക്ക് 1ൻ്റെ മുകളിലോ -1ൻ്റെ താഴേക്കോ നമ്പർ പോകാൻ പാടില്ല എന്നുള്ളതാണ്. എ ബി സിയുടെ റെസ്പെക്റ്റീവ് നമ്പേഴ്സ് എന്താ പാടില്ല, പോകാൻ പാടില്ലാണ് ഒന്നാമത്തെ കൺസ്ട്രെയിൻ. അപ്പോൾ എന്താണ്, നമുക്ക് ഒന്നാമത്തെ കൺസ്ട്രെയിൻ അവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോമ ബി കോമ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ നോക്ക്, ഈ ഒരു ഭാഗം നോക്കി. ഇത് 3 പോസിറ്റീവ് നമ്പേഴ്സാണ് അല്ലേ. ഈ ഒരു എക്സ്പ്രഷൻ നോക്ക്. എ പവർ 20 പ്ലസ് ബി പവർ 20 പ്ലസ് സി പവർ 20 ഈക്വൽ ടു എ പവർ 24 പ്ലസ് ബി പവർ 24 പ്ലസ് സി പവർ 24. എക്കും ബിക്കും സിക്കും -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ -1 ഇടയിലുള്ള ഏത് വാല്യൂസും എടുക്കാൻ പറ്റും. -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂസിൻ്റെ പ്രത്യേകത എന്താ, ലൈക്ക് നിങ്ങൾ നോക്കിയേ. ഇപ്പോൾ ലൈക്ക് സപ്പോസ് ലൈക്ക് ഞാൻ എടുക്കുന്നത് 0.5 ആണ്. 0.5 പവർ 20 അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ വലിയ പവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ലൈക്ക് ഒരു ഫ്രാക്ഷണൽ വാല്യൂ റേസ് ടു ഒരു ബിഗ് നമ്പറോട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, നന്നായിട്ട് കുറയും അല്ലേ. ലൈക്ക് ഫ്രാക്ഷണൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1/4 ആണോ 1/4ൻ്റെ സ്ക്വയർ ആണോ വലുത്, 1/4 ആണ് അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവറുള്ള സാധനം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വാല്യൂ ചെറുതാവുകയാണ്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് കംപ്ലീറ്റ് എന്താണ്, ഫ്രാക്ഷണൽ വാല്യൂസ് അല്ലേ. ആ ഫ്രാക്ഷണൽ വാല്യൂസ് പവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എ പവർ 20 പ്ലസ് ബി പവർ 20 പ്ലസ് സി പവർ 20 വീണ്ടും അഗെയിൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ വാല്യൂ കിട്ടും. അത് എപ്പോഴെങ്കിലും എ പവർ 20 ചെയ്തിട്ട് ഒരു സാധനം കിട്ടുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും എ പവർ 24 ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അത് ഈക്വൽ ആവുന്ന പോസിബിലിറ്റി വരും. സപ്പോസ് ലൈക്ക് എയുടെ വാല്യൂ 0.5 ആണ്, ബിയുടെ വാല്യൂ 0.3 ആണ്, സിയുടെ വാല്യൂ ലൈക്ക് സപ്പോസ് ലൈക്ക് 0.1 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ -0.1 ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിൽ എടുക്കാം. ലൈക്ക് നിങ്ങൾ അതിൻ്റെ പവർ 20 അടിച്ച് കഴിഞ്ഞാൽ ഒരു സമ്മ് കിട്ടും അല്ലേ. അതിൻ്റെ പവർ 24 അടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പവർ 20 പ്ലസ് ബി പവർ 20 പ്ലസ് സി പവർ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ എ പവർ 24 പ്ലസ് ബി പവർ 24 പ്ലസ് സി പവർ 24 എന്ന് പറഞ്ഞാൽ വിൽ ബി മച്ച് സ്മോളർ ദാൻ എന്തായിരിക്കും, നമ്മളുടെ ഇനീഷ്യലി ഉള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പ്രഷനെക്കാട്ടും കുറവായിരിക്കും, നല്ല കുറവായിരിക്കും എന്നുള്ളതാണ്. സോ -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഏത് വാല്യൂസ് നിങ്ങൾ എടുത്ത് നിങ്ങൾ ലൈക്ക് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. എ പവർ 20 പ്ലസ് ബി പവർ 20, കാരണം ഇതൊക്കെ എന്താണ്, ചെറുതാണെങ്കിലും പോസിറ്റീവ് ആണ് വരിക. ഇതൊരു പോസിറ്റീവ് അതിൻ്റെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും എന്ത്, ആ -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ എടുത്തിട്ട് എ പവർ 24 പ്ലസ് ബി പവർ 24 പ്ലസ് സി പവർ 24 ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള വാല്യൂസും പറ്റൂല.
അപ്പം -1ഉം 1ലേറെ കൂടുതലും -1ലേറെ ചെറുതായിട്ടുള്ള വാല്യൂസും പറ്റൂല, -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള വാല്യൂസും പറ്റില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഏതാണ്? ബൗണ്ടറി വാല്യൂസ് ആണ് അല്ലേ. അതായത് -1ലും 1ലും എന്താണ് സംഭവിക്കുക എന്നുള്ള നിങ്ങൾ നോക്കിയേ. എയുടെ വാല്യൂ ഞാൻ 1 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എയുടെ വാല്യൂ 1 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബിയുടെയും സിയുടെയും വാല്യൂസ് എന്ത് ചെയ്താൽ മതി? 0 ആക്കി എടുത്താൽ മതി. അപ്പോൾ എനിക്ക് തന്നുള്ള കണ്ടീഷൻ ഓക്കെ അല്ലേ? കാരണം എന്താണ്? a⁻20 എന്ന് പറയുന്നത് 1 തന്നെയാണ് വരിക. ബി സി ഇതെന്താണ്? 0 കിട്ടും. a⁻24ൻ്റെ വാല്യൂ 1, ബി ഇത് അഗെയിൻ 0 ആകും. സോ എന്താണ്? 1 = 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടും. ഇനി -1 ആയി കഴിഞ്ഞാൽ, എയുടെ വാല്യൂ -1 ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അപ്പോഴും ബിയുടെയും സിയുടെയും വാല്യൂ എന്തായാൽ മതി? 0 ആയാൽ മതി. അപ്പോഴും തന്നുള്ള കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യും? വാലിഡ് ആവും. ഇനി ഇത് മാത്രമാണോ പോസിബിലിറ്റി ഉണ്ടാവുക? അല്ല, എനിക്ക് ബിയുടെ വാല്യൂ എന്ത് ചെയ്യാം? -1 ആക്കി എടുത്താൽ മതി. അപ്പം എയുടെയും സിയുടെയും വാല്യൂസ് എന്ത് ചെയ്യാം? 0 ആക്കിയാം. സിമിലർലി 1 ആകുമ്പോഴും എന്താണ്? എയുടെയും സിയുടെയും വാല്യൂസ് 0 ആക്കി. ഇനി എന്താണ്? ഒരു കേസും കൂടെ ഉണ്ട്. സിയുടെ വാല്യൂ -1 ആവുകയാണെന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്താൽ മതി? 0 ആയാൽ മതി. സിയുടെ വാല്യൂ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂസ് 0 ആയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് 3 കേസസ്? സോറി, മൊത്തം എത്ര കേസസ് വരും അല്ലേ? ഇവിടെ 100 എന്ന് പറയുന്ന കേസ്, -100 എന്ന് പറയുന്ന കേസ് വരും. 100 -100 എന്ന് പറയുന്ന കേസ്. അടുത്തത് എന്താണ്? 0 -1 അപ്പുറത്തെ പേജിലോട്ട് എഴുതാം. 100 -100 എന്ന് പറയുന്ന കേസ്. അടുത്തെന്താ വരിക? 010 എന്ന് പറയുന്ന കേസ്. 0 -10 എന്ന് പറയുന്ന കേസ്. അടുത്തെന്താ വരിക? 00 -1 എന്ന് പറയുന്ന കേസ്. 001 എന്ന് പറയുന്ന കേസ്. ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ആണ് നമുക്ക് കിട്ടുക? 6 കേസസ് ആണ് കിട്ടുക. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ വരിക? 6 ആണ് വരിക. അപ്പോഴേക്ക് നമ്മൾ ചെയ്തത് എന്താ? ഇപ്പം ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ആ ഡൊമെയിൻ കണ്ടുപിടിച്ചു അല്ലേ? എപ്പോഴൊക്കെ ആവാം ചാൻസ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്ന് ഓരോ വാല്യൂസ് ഇടുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അവസാനം ബൗണ്ടറി സെറ്റ് ഓഫ് വാല്യൂസ് ആകുമ്പോൾ എന്താണ് വരിക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ മൊത്തം 6 കേസസ് ആണ് നമുക്ക് കിട്ടുക. സോ ഇതിൻ്റെ ആൻസർ 6 ആണ്.